5,27,00,000 രൂപ ചെലവിട്ട് നിർമ്മിച്ച ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ഡയാലിസിസ് സെന്റർ നാടിന് സമർപ്പിച്ചു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ആരോഗ്യ മേഖലയിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയിട്ടുണ്ടെന്നും ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിന്റെയും ഓൺലൈനായി പൊറത്തിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച OP ബ്ലോക്കിന്റെയും കാറളം ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച വെള്ളാനി സബ് സെന്ററിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ചികിത്സ എല്ലാ സാധാരണക്കാർക്കും ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സൗകര്യം ഒരുക്കുന്നതിലൂടെ താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് സൗകര്യമുള്ള സംസ്ഥാനമായി മാറുകയാണ് കേരളം. ജില്ലയിൽ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇരിങ്ങാലക്കുട മണ്ഡലത്തിന് ആരോഗ്യരംഗത്ത് മികച്ച വികസനമാണ് നടക്കുന്നതെന്ന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഏറ്റവും ആധുനിക രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും ഒരേ സമയം 10 പേർക്ക് ഡയാലിസിസ് ചെയ്യാൻ സാധിക്കുമെന്നും മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.